പ്രേക്ഷകർക്ക് നമസ്കാരം. ശബരിനാഥ് പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. കാപ്പ കേസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായിരിക്കുകയാണ്. ജനങ്ങൾ വിജയിപ്പിച്ച ഒരു കൗൺസിലർ ആയതുകൊണ്ടും അന്നത്തെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയത് കൊണ്ടുമാണ് ഇപ്പോൾ ഒരു അവസരം നൽകിയിരിക്കുന്നത്. പക്ഷെ ആ അവസരം പോലും നാട്ടിൽ കാലുകുത്തണ്ട, കോർപ്പറേഷന് കാലുകുത്തണ്ട, അതിനു പകരം ജയിലിൽ ചെയ്താൽ മതി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ നഗരസഭയ്ക്കുള്ള ഒരു വലിയ അടിയാണ്, ഒരു വലിയ അപമാനമാണ്. ഇത്രയധികം പരിതപത്തിലായിട്ടുള്ള ആളുകൾ ഭാഗമായിട്ടുള്ള നഗരസഭയിൽ, ഇത്രയും ലെഗസിയുള്ള നഗരസഭയിൽ ഒരു കൗൺസിലർ വിയൂർ ജയിലിൽ ഇരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ പല ഒരു അപമാനം ഈ നഗരത്തിനില്ല, ഈ കൗൺസിലിനില്ല, ഈ നഗരസഭയ്ക്കില്ല. സത്യം പറഞ്ഞാൽ ശ്രീ മേയറും കൂട്ടരും ഒക്കെ പിൻവാതിലൂടെയാണ് നാളെ പോയി അവിടെ ജയിലിൽ പോയി സത്യപ്രതിജ്ഞയ്ക്കുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ടത്. വളരെ നാണക്കേടാണ്. എത്തരത്തിലുള്ള ആളുകളെയാണ് കൗൺസിലർമാരാക്കുന്നുള്ള കാര്യങ്ങൾ പാർട്ടികൾ പഠിച്ചാൽ കൊള്ളാം. ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റുമായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. ഈ സുഗതന്റെ ഇനിയുള്ള കൗൺസിലിന്റെ കാര്യങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ട് നടപടി എടുത്തുകൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. കൗൺസിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെ കൗൺസിൽ വിളിക്കേണ്ടതാണല്ലോ എല്ലാ മാസവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരിനി ഈ കൗൺസിൽ വിളിക്കാതെ ഈ മാസം അവസാനം വരെ പുഷ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇത് മേയർ പറയുന്നത് കേട്ടോ, അടിയന്തര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കൗൺസിൽ വിളിച്ചാൽ മതി എന്നുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? ശബരിനാഥ് ഇപ്പോ വലിയ രീതിയിൽ രംഗത്തെത്തിയതാണ്. ഏതായാലും ഇതിനൊക്കെ നല്ല ഒന്നാന്തരം മറുപടി മേയർ തന്നെ നൽകിയിട്ടുണ്ട്. 101 കൗൺസിലർമാർ, അതായത് ശബരിനാഥ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഈ 5 വർഷവും പൂർത്തീകരിക്കും. അതേപോലെ തന്നെ BJPയുടെ സകല കൗൺസിലർമാരും ഇതേപോലെ തന്നെ തുടരുമെന്നുള്ള പ്രഖ്യാപനം മേയർ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് ശബരിനാഥ് എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് നമുക്ക് അതിന് ഓരോന്നിനും എടുത്ത് മറുപടി അങ്ങ് മുന്നോട്ട് വെക്കാം. പിൻവാതിൽ നിയമനം എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഈ സത്യപ്രതിജ്ഞയ്ക്കായി ബന്ധപ്പെട്ട പറയുന്നത് ഈ സത്യപ്രതിജ്ഞ പിൻവാതിൽ നിയമനമാണോ? UDFും LDFും, അതായത് ഇന്ത്യ മുന്നണിക്കാര് കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ അടച്ചതിന്റെ ഭാഗമായിട്ടാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സകല മലയാളികളും തിരിച്ചറിഞ്ഞിട്ടുള്ളതാ. പിന്നെ പിൻവാതിൽ നിയമനത്തെ കുറിച്ചൊന്നും കോൺഗ്രസ് അധികം പറയിപ്പിക്കരുത്. രാഹുൽ ഗാന്ധി പോലും ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ട് തുടരുന്നത് അപ്പനപ്പൂപ്പന്മാർ മുതലുള്ള പിൻവാതിൽ നിയമനം കൊണ്ടാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. പിൻവാതിൽ നിയമനത്തെ കുറിച്ചൊന്നും മലയാളികളെ ഏതായാലും കോൺഗ്രസ്സുകാര് പഠിപ്പിക്കണം. ഇനി മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഈ കാലുകുത്തിച്ചില്ല, ആര്? സുഗതനെ കാലുകുത്തിച്ചില്ല എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. കേസുണ്ട്. ഈ കേസ് വരുത്തിയത് തന്നെ കോൺഗ്രസും CPM കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കാപ്പ ചുമത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് സുഗതൻ കൗൺസിലറുടെ ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലെത്തി കേരള പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതും അതിനെ അനുകൂലിച്ച് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയതൊക്കെ ജനാധിപത്യത്തെ കോൺഗ്രസ് കശാപ്പ് ചെയ്തതാണ് എന്നൊക്കെ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ കാലുകുത്താൻ സമ്മതിക്കാത്തത് ഇടതും വലതും കൂടി ഒരുമിച്ചിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട്. എന്നാൽ തിരുവനന്തപുരത്തെ ജനത യഥാർത്ഥത്തിൽ കാലുകുത്താൻ ആദ്യം സമ്മതിക്കാത്തത് ആരെയാ? കോൺഗ്രസിനെയല്ലേ? ആദ്യം കാലുകുത്താൻ സമ്മതിക്കാത്തത് കോൺഗ്രസിനെയല്ലേ? നഗരസഭയിൽ കോൺഗ്രസ് ഉപ്പ് വെച്ച് കലം പോലെയല്ലേ ആയിട്ടുള്ളത്? അതായത് കോൺഗ്രസിന് ഇന്ന് എത്ര കൗൺസിലർമാരുണ്ട്? CPMന് അടുത്ത് കൗൺസിലർമാരുണ്ടോ? ഒരു അവിശ്വാസ പ്രമേയം ഒറ്റക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമുള്ള ത്രാണി കോൺഗ്രസിനുണ്ടോ? അപ്പൊ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങളാണ് കോൺഗ്രസിനെ കാലുകുത്താൻ സമ്മതിക്കാത്തത്, CPMനെ കാലുകുത്താൻ സമ്മതിക്കാത്തത്. അതേസമയം സുഗതന് പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തത് അധികാരത്തിന്റെ അഹങ്കാരവുമായിട്ട് മുന്നോട്ട് പോകുന്ന UDF ആണ് എന്നുള്ളതൊക്കെ മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ശബരിനാഥിനെ പറയുന്നില്ല, മറിച്ച് ഈ കൗൺസിൽ, അതായത് നഗരസഭാ പരിധിയിൽ കോൺഗ്രസ് നിയമമണ്ഡലത്തിൽ മത്സരിക്കുമ്പോ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ഇത്തവണ കിട്ടിയിട്ടില്ല. അപ്പോ കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നില്ല. ശബരിനാഥിനെ പറയുന്നില്ല, ആ സാധുവിനെ എനിക്ക് തോന്നുന്നത് അരുവിക്കരയിലൊക്കെ മത്സരിപ്പിക്കുന്നതിന് പകരം സ്വന്തം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാതെ നിയമത്തേക്കൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടതും കോൺഗ്രസിന്റെ മറ്റൊരു തരികിടയാണ് എന്നുള്ളതൊക്കെ വലിയ യാഥാർത്ഥ്യമാണ്. ശബരിനാഥിനെ പൊട്ടിക്കണമെന്നുള്ള കൃത്യമായ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഈ പറയുന്ന ശബരിനാഥിനെയൊക്കെ നിയമത്ത് മത്സരിപ്പിച്ചതൊക്കെ. ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയില്ലേ ഈ പറയുന്ന നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ പാട്ടും പാടി ജയിക്കുമെന്ന്? കോൺഗ്രസ് കഴിഞ്ഞ തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളൊരു സ്ഥലത്ത് ഈ പറയുന്ന ശബരിനാഥിനെ മത്സരിപ്പിക്കുന്നതൊക്കെ
കോൺഗ്രസ് തന്നെ ഇട്ടിട്ടുള്ളൊരു പണിയാണ് എന്നുള്ളത് ശബരിനാഥിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും കോൺഗ്രസിനെ നഗരസഭയിൽ ശബരിനാഥ് പറഞ്ഞതുപോലെ പൈതൃകം പേറുന്ന നഗരസഭയിൽ കാലുകുത്താൻ അനുവദിക്കാത്തത് നഗരസഭയിലെ ജനങ്ങൾ തന്നെയാ. അല്ലാതെ ഈ പറയുന്ന കേരള പോലീസ് അല്ല, ഈ പറയുന്ന BJP അല്ല, ഇവിടെ പറയുന്ന CPM ഒന്നല്ല. ഈ പറയുന്ന ഈ കോൺഗ്രസിന്റെ ആളുകളെ, കോൺഗ്രസിനെ നഗരസഭയിൽ കാലുകുത്താൻ സമ്മതിക്കാത്തത് നഗരസഭയിലെ ജനങ്ങളാ. അപ്പോ വിജയിച്ച സുഗതനെ പിടിച്ചിട്ട് ഞങ്ങൾ കാലുകുത്തിച്ചില്ല എന്നൊക്കെ പറയുമ്പോ വിവേകമുള്ള മലയാളികൾക്കറിയാം ഇത് UDFന്റെ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ തിണ്ണമെടുക്ക് കാട്ടാണ് എന്നൊക്കെ. ഇനി EV രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് അല്ല ഒന്നാന്തരം മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്നിട്ടു. അല്ല, ഇവിടെ ആരും അയോഗ്യരൊന്നും ആകാൻ പോകുന്നില്ല. പിന്നെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടില്ല. കൗൺസിൽ യോഗം തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ വരുന്ന അജണ്ടകളുടെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വരുന്ന അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ കൗൺസിൽ യോഗം തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കൗൺസിൽ യോഗം ചേരണം എന്നുള്ള തരത്തിലുള്ള അജണ്ടകൾ വരുമ്പോഴേക്കും കൗൺസിൽ യോഗത്തിൻ്റെ ഡേറ്റ് ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൗൺസിൽ യോഗം ചേരാറുണ്ട്. അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും ഈ മാസം കൗൺസിൽ യോഗം ഉണ്ടാകും, തീർച്ചയായിട്ടും അതുണ്ടാകും. അങ്ങനെയൊക്കെ സാധിക്കുമോ? ഒരാളുടെ ജനാധിപത്യ അവകാശത്തെയൊക്കെ തന്നെ തടയാൻ വേണ്ടി സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് നിയമത്തിൽ അങ്ങനെയും സാധിക്കില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതികൾ പറയുന്ന കാര്യവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭരണസമിതി 5 വർഷം അതുപോലെ തന്നെ ആയിരിക്കും പോകുന്നത്. താങ്കൾ പറഞ്ഞ ഈ മാസം അവസാനം കൗൺസിൽ യോഗം ഉണ്ടാകുമെന്ന്. ആ യോഗത്തിന് മുമ്പായിട്ട് ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന? സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ജാമ്യം കിട്ടാൻ വേണ്ടി ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ. കൗൺസിൽ യോഗം എന്തായാലും ഈ മാസം നല്ല രീതിയിൽ നടക്കും. പിന്നെ ഒരു കൗൺസിലറും അയോഗ്യനാകാൻ പോകുന്നില്ല. 101 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തവർ 101 പേര് 5 വർഷം അതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ? ഒരാളും അയോഗ്യനാവാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഈ വരുന്ന 5 വർഷവും ഭരിക്കുമെന്നുള്ളതാ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചത്. മറ്റൊരു ചാനൽ അഭിമുഖത്തിൽ കൃത്യമായിട്ട് VV രാജേഷ് എടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ജനപിന്തുണ കൂടിയിട്ടേ ഉള്ളൂ. ജനപിന്തുണ മാത്രമല്ല, കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തുള്ളതിനേക്കാൾ അധികം കൗൺസിലർമാരുടെയും പിന്തുണ BJPക്ക് അധികരിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു അവസരമായിട്ട് ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനൊക്കെ നോക്കി കാണുന്നുള്ളൂ എന്നുള്ളതും വ്യക്തമായിട്ട് തന്നെ VV രാജേഷ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. BJP കൃത്യമായിട്ട് സകലതും കരുതിക്കൂട്ടി തന്നെയാ മുന്നോട്ട് പോകുന്നത്. UDFോ LDFോ ഇവിടെ ഇന്ത്യ മുന്നണിയായിട്ട്, അതായത് ഡൽഹിയില് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനത്തും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ നമ്മുടെ കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങും എന്നുള്ളതൊക്കെ തന്നെ BJP കൃത്യമായിട്ട് മനസ്സിലാക്കിയതാ. അതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടു തന്നെയാണ് VV രാജേഷ് വീണ്ടും 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 എടുത്തു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വരുന്ന 5 വർഷക്കാലവും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയോ മാത്രമല്ല കേരളത്തിൽ ഈ ഭരണത്തിലൂടെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് VV രാജേഷ് നിരന്തരം പറയുന്നുണ്ട്. അദ്ദേഹം ഒന്നും തന്നെ വെറുതെ പറയുന്ന ഒരു ആളല്ല, റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.